അങ്ങനെ നീട്ടൊരു 10 മാസങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ വീട്ടിലെത്തി കേട്ടോ. വീട്ടിൽ അമ്മ എൻ്റെ കൂടെയാണ് കൊണ്ട് വീട്ടിലെ സ്ഥിതി ഇതാണ് കേട്ടോ. ഫുള്ള് കാട് പിടിച്ച് അമ്മ ഉണ്ടാക്കിയിട്ടുള്ള ചെടി ചട്ടിയൊക്കെ പൊട്ടിപ്പോയിട്ടൊക്കെ ഉണ്ട്. അമ്മ അതിൻ്റെ ഇടയ്ക്ക് മീൻ വന്നപ്പോൾ മീൻ വാങ്ങാൻ പോയിട്ട് കേട്ടോ. മത്തി പിന്നെ ചുവന്ന ഒരു മീനും കൂടെയാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ വീട്ടിൽ കുറച്ച് ലവ് ബേർഡ്സൊക്കെ ഉണ്ടായിരുന്നു. അത് വീട്ടിൻ്റെ അടുത്ത് എല്ലാവരോട് നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ അതുപോലെ തന്നെയുണ്ട്. പിന്നെ എന്താ ഈ ഒരു കുഞ്ഞി കലത്തിൻ്റെ അത് കുറച്ച് മുട്ടയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ വടോദരയിൽ നിന്ന് വരുമ്പം എൻ്റെ അവിടെയുള്ള കുറച്ച് അലോവേരൊക്കെ അമ്മ അങ്ങോട്ട് പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് വാഷിംഗ് മെഷീനിൽ കുറച്ച് തുണി ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നച്ചുവിൻ്റെ ഒരു ഉടുപ്പിൻ്റെ സ്ഥിതി ഇതാണ് കേട്ടോ. അപ്പം എൻ്റെ അടുത്തൊരു ലിൻറ്റ് റിമൂവർ ഉണ്ടായിരുന്നു കേട്ടോ. ഇതേപോലെ നമ്മളെ ഡ്രസ്സിലൊക്കെ അങ്ങനെ നൂലും അതേപോലെ വേറെ തുണീൻ്റെ ഇതൊക്കെ ഇങ്ങനെ പറ്റിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ലിൻറ്റ് റിമൂവർ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ അങ്ങ് കളയാൻ പറ്റും കേട്ടോ. ഇത് ശരിക്കും കൈ പിടിച്ച് ചെയ്യുന്നതിനെ കൊണ്ടാണ് അത്ര അങ്ങോട്ട് ക്ലീൻ ആവാതെ. നമ്മൾ ടേബിൾ മേലൊക്കെ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ അങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല അസലായിട്ട് ക്ലീനായിട്ട് കിട്ടും കേട്ടോ. എന്തെങ്കിലും ഇങ്ങനെ മറ്റൊരു ഡ്രസ്സിൻ്റെ നൂലൊക്കെ ഇങ്ങനെ പിടിച്ചൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ ഇവിടെ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുട്ടുവിൻ്റെ വണ്ടിയൊക്കെ അച്ചരം നല്ല കുളിപ്പിച്ച് കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ.